ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. 10 കുഷ്ഠരോഗികൾ സുഖപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ ധ്യാനിക്കുക. ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ക്രിസ്തു കടന്നു പോകുന്ന ആ ഒരു വഴിവീതിയിൽ ഇവർ വരികയും ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് ഇവർ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മളും പലപ്പോഴും ഇങ്ങനെ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കടന്നു ചെല്ലും. അനുഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് ചെല്ലാറുണ്ട്. പല തീർത്ഥാടനങ്ങളും നമ്മൾ നടത്താറുണ്ട്, പല പള്ളികളും സന്ദർശിക്കാറുണ്ട്, പല പ്രാർത്ഥനകൾ ചെല്ലാറുണ്ട്, പല നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ചിലതൊക്കെ വേണം എന്നുള്ളപ്പോൾ, നമുക്ക് ചിലതൊക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ, നമുക്കിതെൻ്റെ ജീവിതത്തിൻ്റെ കുറവാണ്, ഇതെനിക്ക് നേടി കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആവശ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ഒരു കുറവുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കും പറ്റുന്ന ഒരു തെറ്റാണ് ഇത്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്. നന്ദിയോടുകൂടി നമ്മൾ തിരിച്ചു ചെല്ലാറില്ല. നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും നമ്മൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കും വേണ്ടി പല പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുവാനും പലയിടങ്ങളിലേക്ക് പോകുവാനും പല പ്രാർത്ഥനകൾ ചൊല്ലുവാനും പലതിനും നമുക്ക് സമയമുണ്ട്. പക്ഷേ ലഭിച്ചതിന് നമ്മൾ പലപ്പോഴും നന്ദിയുള്ളവരാകാറില്ല. ലഭിച്ചത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ ചിന്തിക്കാറ്. എൻ്റെ കഴിവും എൻ്റെ കഠിനാധ്വാനവും എൻ്റെ പ്രയത്നവും കൊണ്ടാണ് എനിക്കത് ലഭിച്ചത്. പക്ഷേ ലഭിക്കുന്നോടം വരെ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ നടക്കാറുണ്ട്. ദൈവമേ എനിക്കത് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് എന്ന് തമ്പുരാനോട് നന്ദി പറയുവാൻ. ദൈവമേ, അങ്ങ് തന്ന ദാനമാണിതെനിക്ക്. ഇത് എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ ഒന്നുമല്ല, അങ്ങ് തന്ന ദാനം. നമുക്ക് ചുറ്റുമുള്ളിൽ ഉള്ളതെല്ലാം ദൈവം തന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? ഒന്നുമില്ല. നമ്മുടെ തലയുടെ ഒരു മുടിയിഴ മാറ്റുവാൻ പോലും നമുക്കുള്ള കഴിവില്ല. അത്രമാത്രം നിസ്സഹായനാണ് മനുഷ്യൻ. അവൻ്റെ ജീവിതം എപ്പോൾ തുടങ്ങുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ പോലും അറിയാത്ത വെറും നിസ്സഹായനായ മനുഷ്യൻ. അത്രമാത്രം നിസ്സഹായതയിലിരിക്കുമ്പോഴും നമ്മളൊക്കെ അഭിമാനിക്കാറുണ്ട്, ഞാനെന്ന മനുഷ്യനാണ് വലിയവനെന്ന്. ഞാനെന്ന മനുഷ്യൻ വലിയവനും ബാക്കിയുള്ളവരൊക്കെ വളരെ കീഴ്പ്പെട്ടവരുമൊക്കെയാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. ഞാൻ എന്നിലേക്ക് തന്നെ അഹങ്കാരികളായിട്ട് മാറാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുവാനും നമ്മുടേതെന്ന് പറയുവാനും നമുക്ക് എന്താണുള്ളത്? എന്തവകാശമാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. എല്ലാം ദൈവം ദാനമായി നൽകി, ദൈവം ദാനമായിട്ട് തന്നു, ദൈവം ദാനമായിട്ട് എടുക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടല്ലേ ജോബിന് പറയാൻ സാധിച്ചത്, ദൈവം ദാനമായി നൽകി ദാനമായി എടുത്തു. പ്രിയപ്പെട്ടവർ, നമുക്കും അങ്ങനെയൊക്കെ പറയാൻ പറ്റണം. നമ്മുടെ വേദനകളിലും തമ്പുരാൻ തന്ന വേദനകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, ആ വേദനകളെ തമ്പുരാൻ എടുത്തു മാറ്റുമ്പോൾ തമ്പുരാന് ഇത്ര വലിയ പദ്ധതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുവാനും തമ്പുരാൻ്റെ പദ്ധതികളോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും തമ്പുരാൻ്റെ ആ നന്ദിയിൽ ജീവിക്കുവാനും തമ്പുരാനോടുള്ള നന്ദിയിൽ ജീവിക്കുവാനും, ദൈവമേ എനിക്ക് കുറവുണ്ട്, ദൈവമേ നീ ഒന്ന് തീർത്ത് കിട്ടുമ്പോൾ ദൈവമേ നീ തീർത്തു തന്ന ആ കുറവിന് നന്ദി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 10 പേരിൽ തിരിച്ചു തന്ന ഒരുവനെ പോലെ തമ്പുരാൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനായുള്ള കൃപ നൽകി തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.